ചോദിച്ചോളൂ. കഴിഞ്ഞ ദിവസം ഈ ശ്രീധരൻ മറ്റു ഈ ശ്രീധരനെതിരെ ഒരു ആരോപണം പതിനൊരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നടത്തുന്നുണ്ടായി. എന്താണ് പറയുന്നത്? അതായത് ഈ പാലം ഇതിന്റെ ഫസ്റ്റ് അലൈൻമെന്റ് വരുന്ന കാലഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഈ ശ്രീധരൻ സാറ് ഈ അലൈൻമെന്റ് ശരിയല്ല, കാരണം ഈ അലൈൻമെന്റ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരും, മാത്രമല്ല അവിടുത്തെ സാംസ്കാരിക പൈതൃകത്തെ ബാധിക്കും, കേളപ്പജിയുടെ സ്മാരക മന്ദിരത്തെ ബാധിക്കും, അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഈ പാലം നിർമ്മിക്കാവുന്നതാണ് എന്ന് അദ്ദേഹം അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല ആ പ്രദേശത്തെ ജനങ്ങൾ, ആ തവനൂർ പഞ്ചായത്ത് അതുപോലെ തിരുനാവായുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തെ ജനങ്ങൾ നിരവധിയായ പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇപ്പൊ ഈ പാലം നിർമ്മിക്കണമെന്ന് കെ ടി ജലീലിന്റെ വാശിയാണ്. കെ ടി ജലീലിന് ഈ പാലം നിർമ്മിച്ചേ മതിയാകും. അതിന് ഒരു അജണ്ട കെ ടി ജലീലിനുണ്ട്. പത്മവിഭൂഷൺ അദ്ദേഹത്തിന് നൽകിയത് എന്തുകൊണ്ടാ? രാജ്യം ആദരിച്ചത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഈ രാജ്യത്തിന് നൽകിയ സേവനത്തിന്റെ ഭാഗമായിട്ടാണ്. അത്രയും സേവനം നൽകിയ ഒരു പത്മവിഭൂഷൺ കിട്ടിയ, രാജ്യം ആദരിക്കുന്ന, ഇന്ന് കേരളവും നമ്മുടെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പല പദ്ധതികളും അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടില്ലേ? നമ്മുടെ എറണാകുളത്തെ മെട്രോ ഇദ്ദേഹത്തെ അല്ലേ ഏൽപ്പിച്ചത്, ഇദ്ദേഹമല്ലേ നടപ്പാക്കിയത്? അതുകൊണ്ട് അദ്ദേഹം പറയുന്ന മുകളിലേക്ക് എടുക്കാതെ 2 തവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇത് കൊടുത്തു. ഈ കെ ടി ജലീലിന് അറിയാം ഇത്. ഈ അലൈൻമെന്റ് വരുന്ന സമയത്തും നിരവധി തവണ അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇവര് ഈ പാലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഒളമ്പക്കടവ് പാലം 12 കോടി ഉറുപ്പിയാണ് കരാറുകാരന് കൊടുത്തിട്ടുള്ളത്. കെ ടി ജലീല് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് 12 കോടി രൂപ കൊടുത്ത് അവിടെ വെറും കോൺക്രീറ്റ് കാലുകൾ മാത്രമാണ് ഒളമ്പക്കടവ് പാലം. നമ്മുടെ ഒളമ്പിൽ നിന്ന് മാറഞ്ചേരിയിലേക്ക് പോകുന്ന ആ പാലത്തിന്റെ ഇന്നും 7 വർഷമായി കിടക്കുക. എന്താ അതിനു വേണ്ടി കാല് പിടിക്കാത്തത്? എന്താ അത് നടപ്പിലാക്കാൻ ശ്രമിക്കാത്തത്? അതുകൊണ്ട് ഇത് പ്രത്യേകം അജണ്ടയുണ്ട്. ഇത് ഇവിടുത്തെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കണം, ഹൈന്ദവ വിശ്വാസത്തെ തകർക്കണം. അവിടെ വലിയൊരു പ്രൊജക്ട് വരാൻ പോവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ. തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെട്ട് തിരുനാവായ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാകാൻ പോവുകയാണ്. അതിനുള്ള വലിയ പദ്ധതി തിരുനാവായ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കൂടി അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വേലകളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. CPM-ന്റെ ഈ പിപ്പിടി കാട്ടലൊന്നും ഇവിടെ ശ്രീധരൻ സാറിനോട് വേണ്ട. ശ്രീധരൻ സാറിനോട് ഇനി ഇത്തരം ഭീഷണിയുമായി വന്നു കഴിഞ്ഞാൽ വിവരം CPM നേതൃത്വത്തെ BJP അറിയിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കറിയാം. അതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.